ശ്രീ സജിമോൻ ആന്റണി, എങ്ങനെ അമേരിക്കയിലെ പ്രവാസി സമൂഹം അദ്ദേഹത്തിന്റെ UAE വിസിറ്റിനെയൊക്കെ നോക്കിക്കാണുന്നു എന്നതാണ് താങ്കൾ വിശദീകരിച്ചു വന്നത്. ഇപ്പോൾ അവിടെ അബുദാബിയിൽ ഉണ്ടായിരിക്കുന്ന ക്ഷേത്രം, അതുപോലെ തന്നെ രാമക്ഷേത്രം, അയോധ്യയിലെ രാമക്ഷേത്രം എല്ലാം ഐക്യമൂട്ടി ഉറപ്പിക്കുന്നതാണ്, സ്നേഹമാണ് അതിന്റെ സന്ദേശം എന്നത് പ്രധാനമന്ത്രി പറയുന്നു. എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ നോക്കിക്കാണുന്നത്, അദ്ദേഹത്തിന്റെ UAE സന്ദർശനത്തിന്റെ പ്രാധാന്യത്തെ കാണുന്നത്? ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു വെച്ച ആ പോയിന്റിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇപ്പം ഇന്ത്യൻ പൊളിറ്റിക്സ് പ്രത്യേകിച്ചും ലോകമാകമാനമുണ്ട്, പ്രത്യേകിച്ചും ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലിജിയൻ, ബിസിനസ്, അതോടൊപ്പം പൊളിറ്റിക്സ്, അതിന്റെ ഒരു കൾമിനേഷനാണ്. ഇത് മൂന്നും കൂടെ എങ്ങനെ മാസ്റ്ററി ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രൈം മിനിസ്റ്റർ മോദിയോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അദ്ദേഹത്തിന്റെ സ്പീച്ച് നമ്മളിപ്പോൾ കേൾക്കുകയുണ്ടായി. അതിനകത്തും ഇക്കണോമിയെ പറ്റി പറയുന്നുണ്ടായിരുന്നു, അതോടൊപ്പം അദ്ദേഹം ഒരു പൂജാരിയെ പോലെ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഒരു റിലീജിയസ് പ്രീച്ചറായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം എല്ലാ പഞ്ച് ഡയലോഗുകളും ഉണ്ടായിരുന്നു. വസുദേവ കുടുംബം, ലോകം ഒരു കുടുംബമാണ്, വൺ എർത്ത് ആൻഡ് വൺ ഫാമിലി, ആ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. സബ്കെ സാത്ത് സബ്കാ വികാസ്, അങ്ങനെയുള്ള എല്ലാ പഞ്ച് ഡയലോഗുകളും അതിനകത്തുണ്ടായിരുന്നു. അതിലൊന്നും ഒരു തെറ്റ് പറയാനില്ല. അപ്പൊ എനിക്ക് ഇവിടുന്ന് നോക്കി കാണുമ്പോൾ പറയാനുള്ളത്, മുമ്പേ പറഞ്ഞു പോണക്ക് ഈ ഒരു പൊളിറ്റിക്സും റിലീജിയനും ആയിട്ടുള്ള ഒരു മിക്സിംഗ് ആണ് ഒന്ന്. രണ്ടാമത്തേത് ഒന്ന് ക്ലാരിഫിക്കേഷൻ ആണ്. ഒന്ന്, 2003 ഇതിനു മുമ്പ് പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് സമയത്തായിരുന്നു ഡൽഹിയിലെ എനിക്ക് ശരിയാണെങ്കിൽ അക്ഷർധാമ ഇനോഗ്രേഷൻ ചെയ്തിരുന്നത്. അപ്പൊ ആ സമയത്ത് ഒരു വ്യത്യാസം, ഇന്ന് പ്രൈം മിനിസ്റ്റർ മാത്രമാണ് ഒരു പ്രതിഭാസമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നതെങ്കിൽ അന്ന് പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും ഓപ്പോസിഷൻ ലീഡറും ഉണ്ടായിരുന്നു എന്നുള്ളൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അന്ന് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തോടൊപ്പം LK അദ്വാനി ഓപ്പോസിഷൻ ലീഡർ ഉണ്ടായിരുന്നു. എന്നാൽ പ്രസിഡന്റ് ആയിട്ടുള്ള APJ അബ്ദുൽ കലാമും ഉണ്ടായിരുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ് ഉള്ളത്. വേറൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മൾ പല ചർച്ചകളിലും പങ്കെടുക്കുമ്പോൾ ഗൾഫ് മേഖല എന്ന് പറഞ്ഞാൽ മൊത്തത്തോടെ റിലീജിയസ് ഇൻടോളറൻസ് ഇല്ലാത്തൊരു ഏരിയ, അല്ലെങ്കിൽ അവിടെ മുസ്ലിം മതം മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഏരിയ എന്നുള്ളൊരു തോന്നലുണ്ട്. എന്നാൽ അതിനകത്തൊരു ക്ലാസിക്കൽ ഡിഫറൻസ് കൂടെ ഉണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവിടെ പറയുമ്പം ഗൾഫ് എന്ന് പറയുമ്പോൾ UAE വേഴ്സസ് സൗദി, അതിനകത്ത് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. UAE പ്രത്യേകിച്ചും ദുബായ്, അബുദാബി ഏരിയയിൽ എല്ലാ റിലീജിയൻസും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഇത് ആദ്യമായിട്ടല്ല ഒരു അമ്പലം അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് 1951 തോന്നുന്നു ആദ്യത്തെ അമ്പലം അവിടെ ഉണ്ടായിരുന്നത്. 3ഓളം അമ്പലം ഉള്ളതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഏറ്റവും വലുതായിട്ടുള്ള ആ ഏരിയയിലുള്ള ഏറ്റവും വലുതായിട്ടുള്ള അമ്പലം ഇതാണ് എന്നുള്ളതിൽ വ്യത്യസ്ത തർക്കമില്ല. അതോടൊപ്പം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം 45ഓളം പള്ളികൾ അവിടെ ഉണ്ട്, റിലീജിയസ് പ്രാക്ടീസ് ഇവിടെ നടക്കുന്നുണ്ട്, റിലീജിയസ് ടോളറൻസ് ഉണ്ട്. എന്നാൽ സൗദിയിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഇതൊന്നുമില്ല. അവിടെ ഒള്ളി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്, അലോ ചെയ്തിരിക്കുന്നത് മുസ്ലിം മാത്രമാണ്. ഉറപ്പുവരുത്തും ഈ ക്ഷേത്രം എന്നത് കൂടിയാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇവിടെ നിന്ന് ഇനി അദ്ദേഹത്തിന്റെ സന്ദർശനം ഖത്തറിലേക്കാണ്. നമ്മുടെ നാവികരെ മോചിപ്പിച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നടന്നതിന് ശേഷം നടത്തുന്ന സന്ദർശനം എന്ന പ്രത്യേകത കൂടിയുണ്ട്.